1987 അമേരിക്കയും റഷ്യയും ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്ന് റഷ്യ പിന്മാറി. തങ്ങളുടെ രാജ്യാതിർത്തിയിലേക്ക് ആണവായുധ കപ്പൽ അയച്ചതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടായ നീരസം അത് പ്രകടിപ്പിക്കുകയാണ് എന്ന് റഷ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. കരാർ വ്യവസ്ഥ പ്രകാരം കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ആയുധ കൈമാറ്റത്തെക്കുറിച്ചും രണ്ട് രാജ്യത്തിനും പരസ്പരം ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കില്ല എന്നും കരാർ വ്യവസ്ഥയിൽ പറയുന്നു. 1987 വളരെ കൃത്യതയോടുകൂടി അത് ഉണ്ടാക്കി ഇത്രയും കാലം സമാധാനമായ രീതിയിൽ തന്നെയാണ് അത് നീങ്ങിപ്പോകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ റഷ്യ ഒതുക്കാൻ വേണ്ടിയിട്ട് അവർ സായുധമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുന്നു. അതുകൊണ്ട് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമല്ല. അവർ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾക്ക് മാത്രമായിട്ട് എന്ത് കരാർ നിലനിൽക്കുന്നു എന്നാണ് റഷ്യ ചോദിക്കുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം ഹ്രസ്വദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് പോലും നിയന്ത്രണം ഉണ്ടാക്കിയിരിക്കുന്ന കരാറായിരുന്നു ഇത്. റഷ്യക്ക് സമീപം ആണവായുധ മുങ്ങിക്കപ്പൽ വിന്യസിച്ചതോടുകൂടിയാണ് വിഷയങ്ങൾ റഷ്യ ഗൗരവമായിട്ട് എടുത്തത്. റഷ്യ തിരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതിർത്തിയിൽ ആണവായുധ യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും കരാർ വ്യവസ്ഥ ലംഘിച്ചത് ആദ്യഘട്ടത്തിൽ അമേരിക്ക തന്നെയാണ്. സോവിയറ്റ് യൂണിയന്റെ കാലത്താണ് ഈ കരാർ കൃത്യമാക്കിക്കൊണ്ട് വ്യവസ്ഥാപിതമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി വന്നത്. അതിന്റെ തുടർച്ചയായ രീതി 1987 മുതൽ ഇത്രയും 2025 വരെ നീണ്ടു നിന്ന കാലത്തൊന്നും ഈ വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒപ്പിക്കാൻ വേണ്ടി സാധിച്ചു. സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മിഖായിൽ ഗോർബച്ചോവും അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന റൊണാൾഡ് റീഗനും പരസ്പരം തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടിയാണ് ഈ പറയപ്പെട്ട 1987 ആണവായുധ റഷ്യൻ അമേരിക്കൻ കരാർ എന്ന് പറയുന്നത്. 500 മുതൽ 5500 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈൽ പോലും ഉപയോഗിക്കുന്നതിന് ഈ കരാർ വിലക്കേർപ്പെടുത്തുന്നു. രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലോ ഏതെങ്കിലും തരത്തിൽ സൈനികർക്ക് പ്രയാസം ഉണ്ടാകുന്ന തരത്തിലോ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ ആ ഇടപെടലുകളാണ് ഉക്രൈനിൽ നടത്തിയത് എന്ന് റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അത് ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കരാർ വ്യവസ്ഥക്ക് നിങ്ങൾ ലംഘനം ചെയ്യുന്നു. നമ്മൾക്ക് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് റഷ്യക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ അമേരിക്കയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ റഷ്യ ഇടപെടൽ നടത്താൻ പാടില്ല എന്ന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടും റഷ്യ ഈ ഉക്രൈൻ്റെ വിഷയത്തിൽ തങ്ങൾ ഇടപെട്ട് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വിഷയം ഉണ്ടായ സമയത്ത് നിങ്ങൾ എന്തിനു ഉക്രൈന് സഹായിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് അവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചതോടുകൂടി റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് സ്വതന്ത്രമായി. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. റഷ്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖ യുദ്ധം നടത്താൻ രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യമില്ല എന്നുള്ളതല്ല, അതിൻ്റെ ദുരന്ത ഫലം എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ, രണ്ടാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. ഇത്രയും ആണവായുധമുള്ള രാജ്യമാണ് എന്ന തരത്തിൽ അവർ തമ്മിൽ കൊമ്പ് കോർക്കുന്ന സമയത്ത് അതിൻ്റെ ദുരന്ത ഫലം കണക്ക് കൂട്ടാൻ പറ്റാത്തതാണ്. ഇപ്പൊ റഷ്യ കൂട്ടുന്ന കാര്യം അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ശക്തി കുറയുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യക്ക് മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കൂ. ചൈനയും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് എന്ത് ചെയ്യണം? അമേരിക്ക പരാജയപ്പെടണം. അമേരിക്ക പരാജയപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇസ്രായേൽ പരാജയപ്പെട്ടാൽ മതി. ഇസ്രായേൽ പരാജയപ്പെടണമെങ്കിൽ ഇസ്രായേലിനെതിരെ ആരാണ് യുദ്ധം ചെയ്യുന്നത്? അവരെ സഹായിക്കണം. മുമ്പ് ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി പറഞ്ഞത് വളരെ കൃത്യമായിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. കാര്യം നിങ്ങൾക്ക് നേരെ അവർ വരുന്നതിന് മുൻപ് എന്നൊരു പ്രയോഗം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ രീതിയിൽ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേലും പാലസ്തീനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് എന്ന് നിങ്ങൾ കരുതണ്ട. കാര്യം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. അത് ഭാവിയിൽ അത് നിങ്ങളെയും ബാധിക്കും. നിങ്ങൾ വെച്ചാൽ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളെയും അറബ് രാജ്യങ്ങളെയും ബാധിക്കുന്നിടത്തേക്ക് കാര്യം പോകും. വല്ലാതെ വൈകാതെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു UN സഭയിൽ ഒരു പ്ലേക്കാർഡ് പിടിച്ചുകൊണ്ട് ഇസ്രായേൽ സാമ്രാജ്യം വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം അവതരിപ്പിച്ചു. അതിൽ അദ്ദേഹം സൗദി അറേബ്യയുടെ സിംഹഭാഗവും പകുതിയോളം ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ഉള്ളതായിട്ടുള്ള ഒരു പരാമർശവും നടത്തി. അങ്ങനെയാണ് ഇസ്രായേൽ സാമ്രാജ്യം വികസിപ്പിക്കുക എന്നുള്ളത്. അന്ന് ഇബ്രാഹിം റൈസി പറഞ്ഞ കാര്യം പിന്നീട് യാഥാർത്ഥ്യമായി എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ റഷ്യ കരുതുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്രായേൽ പരാജയപ്പെടണം. ഇസ്രായേൽ പരാജയപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ആധിപത്യവും അമേരിക്കക്ക് ഉണ്ടാവില്ല. ഇവിടെ സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രീതിയിലുള്ള നെറികേടും അമേരിക്ക
ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഏറ്റവും ഒടുവിൽ എന്തിനാപ്പോൾ അമേരിക്ക ആക്രമിച്ച? അമേരിക്കയോട് ഇറാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അമേരിക്ക ആക്രമിച്ച എന്തിനാണ്? ഇസ്രായേൽ ഇവിടെ തോൽക്കുകയാണ്, പരാജയപ്പെടുകയാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞാലോ അമേരിക്കയുടെ ആധിപത്യം നഷ്ടപ്പെടും. നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇസ്രായേൽ ജയിക്കണം. ഇസ്രായേൽ ജയിക്കണം എന്ത് ചെയ്യണം? ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇറാനെ പരാജയപ്പെടുത്തണം. അതിലൊരു ശ്രമം നടത്തി നോക്കി. പക്ഷെ അതിൽ അമേരിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, റഷ്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയാൽ റഷ്യ പിന്നെ സ്വതന്ത്ര രാജ്യമായി. പിന്നെ അവർക്ക് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ്. ഏതുപോലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവായുധ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടുകൂടി അതിന് ഏറ്റവും വലിയ ഗുണമുണ്ടായത് ഇറാനാണ്. ഇറാൻ എന്ത് ചെയ്തു? ആണവായുധ വികസന പ്രവൃത്തി ആരംഭിച്ചു. അത് ഏകദേശം മൂർധന്യ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഈ കരാർ വ്യവസ്ഥയിൽ നിന്നുള്ള പിന്മാറ്റമാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു ഗുണം തീർച്ചയായിട്ടും റഷ്യക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.